അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറില്ലല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ ഇമാമിങ്ങൾ വളരെ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ ധാരാളം പേജുകളിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചർച്ച ചെയ്ത് അവസാനം മഹാനവർകൾ അതൊക്കെ ജംഅ ചെയ്തുകൊണ്ട് എന്താണ് ആ പറഞ്ഞത് എന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ശൈത്താന് രൂപപ്പെട്ടു വരാൻ സാധിക്കുകയില്ല. അതേ സമയത്ത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ശൈത്താൻ ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് പറയുന്നതിന് വിരോധമില്ല. അങ്ങനെ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സിഫത്തുമില്ലാതെ നബിതങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന യാതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ശൈത്താൻ വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് പറയാം. ഈ വിഷയങ്ങൾ നമ്മുടെ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചതാണ്. ആ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ ശൈത്താൻ ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല, ശൈത്താൻ ഒരിക്കലും ആ രീതിയിൽ കളവ് പറയാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരെ വഹാബിയാക്കിയിരുന്ന ഈ കുരുവട്ടൂരികൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതേ വിഷയം ഇമാമിയങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതേ വിഷയം, അഥവാ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ശൈത്താൻ വരാൻ സാധ്യമല്ല, അതേസമയം ഏതെങ്കിലും രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണ് എന്ന് ശൈത്താന് പറയാൻ കഴിയും എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് നമ്മൾ കുരുവട്ടൂരികളോട് ചോദിച്ചിരുന്നു, ജിഫ്രി തങ്ങൾ പറഞ്ഞത് വഹാബിസമാണോ, ജിഫ്രി തങ്ങൾ വഹാബി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികളിൽ നിന്നുള്ള 3 ആളുകളും പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങളെ കേൾപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത്. ആദ്യമായി കുഞ്ഞഹമ്മദ് മൗലവി തന്നെ ആ വിഷയം ഒന്ന് പറയട്ടെ. പിന്നെ തന്നെ പറഞ്ഞത്, പിന്നെ പറയുന്നു വളരെ കൃത്യമായി, ശൈത്താൻ ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞു വരും, അന്നോട് മനസ്സിലായോ, അപ്പോൾ നീ കാണുന്നത് ശൈത്താനായിരിക്കും, തങ്ങളെ അത് ഭീമാബദ്ധമാണ്, അത് തെറ്റാണ്, അത് സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിനെതിരാണ്, ഇമാമിയങ്ങൾ പഠിപ്പിച്ചതിനെതിരാണ്, നബി ഇമാം പഠിപ്പിച്ചതിനെതിരാണ്, മുഴുവൻ ഇമാമിയങ്ങളും പഠിപ്പിച്ചതിനെതിരാണ്. അത് നമ്മൾ പറയാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ വിഷയത്തിന് എഴുതിക്കൊണ്ടെന്ന് വായിക്കുക കുഞ്ഞഹമ്മദ്. എന്നിട്ട് അതിന്റെ ഇടയിൽ മൂപ്പര വക ഒരു ശറഹും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് ഭീമാബദ്ധമാണ്, ഹക്കായ ദീനിനെതിരാണ്, അഹ്ലുസുന്നക്കെതിരാണ്, മാത്രമല്ല ശംസുൽ ഉലമ പഠിപ്പിച്ച ദീനിനെതിരാണ് എന്ന്. ശംസുൽ ഉലമയുടെ മുമ്പിലിരുന്ന് കിതാബ് ഓതി പഠിച്ച ആളാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങള്. ആ മുത്തുക്കോയ തങ്ങളോടാ പറഞ്ഞേ അത് ശംസുൽ ഉലമ പഠിപ്പിച്ചതിന് എതിരാണ് എന്ന് മാത്രമല്ല വീണ്ടും കുഞ്ഞഹമ്മദ് പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ടു നോക്കൂ. എന്നിട്ട് പിന്നെ തങ്ങൾ പറയുന്നത് എന്താ, റസൂലുള്ളാനെ കണ്ടാലും അത് റസൂലുള്ള തന്നെ ആയിക്കൊള്ളണമെന്നില്ല, തങ്ങളെ അത് അബദ്ധമാണ്, അത് സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിനെതിരാണ്, അത് ഹക്കായ ദീനിനെതിരാണ്, ഇത് ശംസുൽ ഉലമ പഠിപ്പിച്ച ആശയമല്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞാലും നജീബ് മൗലവി പറഞ്ഞാലും ഇനി ആരൊക്കെ പറയാനുണ്ടോ ആര് പറഞ്ഞാലും ഞങ്ങൾ പറയുന്നത് തെറ്റാണ്, 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 വഹാബിസമാണ്. അപ്പൊ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് കുഞ്ഞാമീന് പറയാനുള്ളത് അബദ്ധമാണ്, ഭീമാബദ്ധമാണ്, ഹക്കായ ദീനിനെതിരാണ്, മാത്രമല്ല അത് വഹാബിസവുമാണ് എന്നാ കുഞ്ഞേമ പറഞ്ഞു. ഇത് സമത് പറഞ്ഞോന്ന് കേട്ടു നമ്മള്. ഇന്നലെ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗവും വന്നു, അത് സ്വഹാബാക്കൾക്ക് മാത്രം ബാധകമാണ്, ആ പറഞ്ഞത് അബദ്ധമാണ്, അത് അവരെ തെറി പറയലല്ല, കുറ്റം പറയലല്ല, അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. അപ്പൊ തങ്ങൾ പറഞ്ഞത് അബദ്ധമാണ് എന്നാണ് സമതിന്റെയും അഭിപ്രായം. ഒന്നുകൂടി കേൾക്കുക. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ കാണുന്നത് അത് ഒന്നെങ്കിൽ സ്വഹാബിയാകണം, അല്ലെങ്കിൽ സിഫാത്ത് പഠിച്ച പണ്ഡിതന്മാരാകണം, അല്ലാത്തവരൊന്നും കാണുന്നത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സമസ്ത പ്രസിഡന്റ് ആയാലും സംസ്ഥാന പ്രസിഡന്റ് ആയാലും ലോക പ്രസിഡന്റ് ആയാലും ആര് പറഞ്ഞാലും അത് ശരിയല്ല. ബഹുമാനപ്പെട്ട ഇമാം ഖറാഫി ഇമാം അടക്കം ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ചാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞത്. അതാര് പറഞ്ഞാലും ശരിയല്ല എന്നാ പറഞ്ഞത്. ഇതാ ഇമാം ഖറാഫി തങ്ങളടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ സ്വഹാബിയായാൽ ഉറപ്പിക്കാൻ പറ്റും, കാരണം അവർ നബി തങ്ങളെ ശരിക്കും നേരിട്ട് കണ്ടവരാണ്, അതുകൊണ്ട് ഉറപ്പിക്കാം. അതുപോലെ മറ്റൊരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫാത്തുകളൊക്കെ എല്ലാം പഠിക്കുകയും ആവർത്തിച്ച് പഠിക്കുകയും
അതൊക്കെ അവരുടെ മനസ്സിൽ പതിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ നബി തങ്ങളാണ് എന്ന് ആ സിഫാത്തിലൂടെ അവർക്ക് ഉറപ്പിക്കാൻ പറ്റും. അല്ലാത്ത ആളുകളാണെങ്കിലോ അവർക്ക് ഉറപ്പുണ്ടാകൂല എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതും. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫാത്തുകളിൽ നിന്ന് ഏതെങ്കിലും സിഫത്തുണ്ടോ, അതൊക്കെ നോക്കണം. അങ്ങനെയൊക്കെ നോക്കുമ്പം അത് സിഫത്തിനോട് യോജിച്ച് വന്നിട്ടുണ്ട്. അതല്ലേ ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞത്. ഒരാൾ വന്നു കണ്ട് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇബ്നു സീരീൻ തങ്ങൾ എന്താ ചോദിച്ചത്? സിഫ്ലി, എങ്ങനെ നിങ്ങൾ കണ്ടത് അതൊന്നുകൂടെ പറഞ്ഞെന്നാണ്. അപ്പോ ആ വന്ന ആള് ഇബ്നു സീരീൻ തങ്ങൾക്ക് അതങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. ഇതൊക്കെ കേട്ടപ്പം ഇബ്നു സീരീൻ തങ്ങൾ എന്താ പറഞ്ഞത്? ലം തറഹു, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ട സിഫത്തുകൾ വിവരിച്ചു കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തിനോട് അത് യോജിക്കണില്ല, അതുകൊണ്ട് നബി തങ്ങളെ കണ്ടിട്ടില്ല എന്നാണ് ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞത്. ഈ വിഷയമാണ് ഇവിടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. അത് ശരിയല്ല, അത് അബദ്ധമാണ്, അത് വഹാബിവാദമാണ് എന്നാണ് കുരുവട്ടൂരികൾ പറയുന്നത്. അവർക്കത് എവിടുന്ന് കിട്ടി? അവരെ സംബന്ധിച്ചിടത്തോളം കിതാബിൽ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. അവർക്ക് കിട്ടുന്നത് മുഴുവൻ മശായിഖന്മാരുടെ അടുക്കൽ നിന്ന്. അവരുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്റെ കിതാബിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? കിതാബ് ഒന്നും നോക്കണ്ട, അപ്പൊ കിതാബൊക്കെ മാറ്റിടുക. മശായിഖന്മാർ പറഞ്ഞ മാത്രം. ഏത് മശായിഖന്മാർ? കുരുവട്ടൂരികളെ മശായിഖന്മാർ കേട്ടോ. അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അത് ആരാണെന്നുള്ള എല്ലാവർക്കും അറിയാം. കാരണം ആ മശായിഖന്മാരിൽ നിന്ന് നിർദ്ദേശം കിട്ടിയത് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ, ഞങ്ങൾ മൈക്കകൾ മാത്രമാണ് എന്ന് പറയുന്ന ആളുകൾ എത്ര അബദ്ധങ്ങളാണ് പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? രാവിലെ പറഞ്ഞത് വൈകുന്നേരം ആകുമ്പോഴേക്കും മാറ്റി പറയും നമ്മൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെയുണ്ടോ മശായിഖന്മാർ നിർദ്ദേശം കൊടുക്കല്? അപ്പൊ അവരെ മശായിഖന്മാര്, അവർക്ക് നിർദ്ദേശം കിട്ടുന്ന മശായിഖന്മാര് ആരാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ മശായിഖന്മാരിൽ നിന്ന് കിട്ടിയതാണ് ഒരു പറഞ്ഞത്. അത് പിന്നെ കിതാബിൽ അതിനെതിരെ എന്തുണ്ടായിട്ട് കാര്യമില്ല. കിതാബിൽ നമ്മളെ ഇമാമിയങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ്. ഇനി നമുക്ക് കാട്ടുവളപ്പിൽ നൗഷാദ് അതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട ജിഫരി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ച് 4 ദിവസങ്ങൾക്ക് മുമ്പ് സയ്യിദുൽ ഉലമ ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം, അവിടുത്തെ പ്രത്യേക താല്പര്യപ്രകാരം ഗാന്ധി ദാറുസ്സലാമിൽ മുദരിസായി നിർത്തിയതാണ്. മുത്തുത്തങ്ങൾ വരും, ആ മുത്തുത്തങ്ങളെ നിങ്ങൾ സംഘടനയുടെ തലപ്പത്താക്കണം എന്ന് അക്കാലത്തുള്ള ഉമറാക്കളോട് പറഞ്ഞിരുന്നു എന്നൊക്കെ ശംസുൽ ഉലമ പറഞ്ഞതായിട്ട് 4 ദിവസം മുമ്പ് നൗഷാദ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ആ നൗഷാദിന് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത് ഒന്ന് കേട്ടുവെക്കുക. സയ്യിദുൽ ഉലമ പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ്. അപ്പൊ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് വഹാബി പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ നേതാവായിരുന്ന അബ്ദുസ്സലാം സുല്ലമി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ജിഫ്രി തങ്ങളും പറയുന്നത് എന്നാ. ചുരുക്കി പറഞ്ഞ വഹാബി വാദമാണ് ജിഫ്രി തങ്ങൾക്കുള്ളത്. അതാണ് ജിഫ്രി തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തങ്ങളെ സംബന്ധിച്ചാണ് നൗഷാദ് 4 ദിവസം മുമ്പ് പറഞ്ഞത്. മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പറയാണ്, ജിഫ്രി മുത്തുക്കോയ തങ്ങള് ശംസുൽ ഉലമയുടെ നോട്ടത്തിൽ ജീവിക്കുന്ന ആളാണ്, അവരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ എന്താ ഇപ്പോ ആകെ പുടുത്തമുട്ടല്ലോ ഗുരുവട്ടൂരികളെ. എന്നിട്ട് പിന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അതൊന്ന് കേട്ടു വെക്കാനേ. ഞാൻ പറയുന്നത് അഹ്ലുസുന്നക്കെതിരായ ഒരു വാദം ഇഫ്രി തങ്ങൾ ഉപ്പാപ്പ കൊണ്ട് പറയിപ്പിച്ച് അതിനെ വെളുപ്പിച്ചെടുക്കാമെന്നാണ് വിചാരമെങ്കിൽ ഞങ്ങളെ മുമ്പിൽ അത് നടക്കുകയില്ല. ജിഫ്രി തങ്ങൾ സലാം സുല്ലമിന്റെ വാദാണ് പറയുന്നത് എന്ന് പറഞ്ഞത് അധികമായി പോയോ എന്നൊരു പേടി മൂപ്പർക്ക്. കാരണം മൂപ്പരെ മുമ്പ് അമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞേച്ചാണല്ലോ, നിങ്ങള് കാന്തപുരത്തിനും കൂട്ടേനും കുറച്ച് തെറി പറഞ്ഞ് നടക്കി, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ടിക്കറ്റ് തരാറിഞ്ഞുണ്ട്. അപ്പൊ അതിന് കാത്തിരിക്കുകയാണ് മൂപ്പര്. അപ്പൊ മൂപ്പർക്ക് അവിടെയും ഇവിടെയും തട്ടാതെ പറയണം. പറഞ്ഞതാണെങ്കിലോ കുറച്ച് കൂടി പോയോ എന്ന് തോന്നിയിട്ട് മൂപ്പര് പറഞ്ഞൊപ്പിക്കാണ്. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങള് സ്വന്തമായിട്ട് പറഞ്ഞല്ല, അത് ഒരു വെറുപ്പില്ല. നിങ്ങൾക്ക് ഉറപ്പല്ലേ ഇപ്പോ സയ്യിദുൽ ഉലമയോട്? ഞങ്ങൾ ആ മതി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുപ്പൊന്നുമില്ല, ഇഷ്ടമാണ്, സ്നേഹമാണ്, ആദരവാണ്. കയ്യിന്ന് വിട്ടോ എന്നൊരു തോന്നല് നൗഷാദിന്. അപ്പൊ പറയാണ് ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല, ആദരവാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്, പറഞ്ഞിട്ട് കണ്ട് തീരണില്ല. അതെങ്ങനെ കുരുവട്ടൂരികളെ പറ്റുമോ? ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് വഹാബിവാദാണെന്നല്ലേ? വെറും വഹാബിവാദം മാത്രല്ല, വഹാബികളിലെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന സലാം സുല്ലമി അയാളുടെ വാദാന്നാ പറഞ്ഞേ. ആ ആളോട് പിന്നെ എങ്ങനെ ഇഷ്ടം ഉണ്ടാകാൻ പറ്റുമോ? ആ ആളോട് പിന്നെ എങ്ങനെ സ്നേഹം ഉണ്ടാകാൻ പറ്റുമോ? ആ ആളെ പിന്നെ എങ്ങനെ ആദരിക്കാൻ പറ്റുമോ? അവരോട് വെറുപ്പില്ലാന്ന് എങ്ങനെ പറയാൻ പറ്റുമോ? വഹാബിസം പ്രചരിപ്പിക്കുന്ന ആളോട് വെറുപ്പ് വേണ്ടേ? അപ്പൊ എന്തോ ഒരു അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ എന്തോ കയ്യിന്ന് വിട്ടുകട് അമീദ് പൈസ എങ്ങാനും ഇനി അവിടേക്ക് ടിക്കറ്റ് കൊടുക്കൂലേ എന്നുള്ളൊരു പേടി മൂപ്പർക്കുണ്ട്. അപ്പൊ പറഞ്ഞു ഒപ്പിച്ച് കാണ്ട് ഇങ്ങനെ കണ്ടിട്ട് ഒരു എളിയൊക്കെ എഴിച്ചിട്ട് വെല്ല ഇങ്ങനെ ഒപ്പിച്ചാ നോക്കാണ്. ഇതിപ്പോ സ്റ്റേജിൽ കയറിയപ്പം വല്ല സോപ്പിടാണ് സയ്യിദുൽ ഉലമ സ്നേഹാണ്, ആദരവാണ് എന്നുള്ളതൊക്കെ. എന്നാൽ ഈ നൗഷാദിനോട് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു സുഹൃത്ത് വാട്സപ്പിലൂടെ ചോദിച്ചപ്പോ അപ്പം പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അല്ല, അതിനു മുമ്പൊക്കെ ഇവിടെ എഴുതി പോയിന്. ഇവിടെ ഇതിപ്പോ തുടങ്ങിയ വിവാദമൊന്നുമല്ല.
96 അബ്ദുസലാം സുല്ലമി ആണ് ഈ വാദോടെ കൊണ്ടുവന്നത്. അതിന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരൻ എന്ന മറുപടി എഴുതിയിട്ടുണ്ട് വിശാലമായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അതൊക്കെ വരുന്നത്. ശരിക്ക് ജിഫിരിയും പൊന്മളൊക്കെ പേരോടൊക്കെ വാദിക്കുന്നതിൻ്റെ എല്ലാ വിഷയവും അന്ന് പൊന്മള എഴുതി പോയിന്. അപ്പൊ ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ എവിടെ ഉള്ളൂ? സ്റ്റേജിൽ കയറുമ്പോഴേ ഉള്ളൂ. വാട്സപ്പിലൂടെ സുഹൃത്തിനോട് പറയുമ്പം സയ്യിദുൽ ഉലമ ഇല്ല, ബഹുമാനവും ഇല്ല, ആദരവും ഇല്ല, ഒരു തങ്ങളൊന്നും കൂടി കൂട്ടണില്ല. ജിഫിരിയും എന്നാ പറഞ്ഞത്. ജിഫിരി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. സ്റ്റേജിൽ കയറിയിട്ട് ഞങ്ങൾ ഇപ്പോഴും സയ്യിദുൽ ഉലമ എന്നാ പറഞ്ഞത്, ഞങ്ങൾ ഇപ്പോഴും മദ്ഹ പറഞ്ഞത്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടിക്കറ്റ് കാത്തിരിക്കുകയാണ്. അപ്പൊ അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിണ്ട്, അതുകൊണ്ടാണ്. ഇനി അവസാനമായിട്ട് കുഞ്ഞാമീന്റെ ഒരു ഭീഷണി ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങളോടാണ്. തങ്ങളെ നിങ്ങൾക്ക് തിരുത്തലാണ് നല്ലത്, തിരുത്തുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രതികരണം ശക്തമായിരിക്കും എന്നാണ് കുഞ്ഞാമ പറഞ്ഞത്. ഒന്ന് കേട്ടോക്കി. ഞങ്ങൾ നോക്കട്ടെ എങ്ങണ്ട വണ്ടി പോണെന്ന്. അബദ്ധം സംഭവിച്ചതാണോ? പ്രശ്നമല്ല, തിരുത്തിക്കോളൂ. അല്ല ഞാൻ കെട്ടിമറിയാനാണോ? ഞങ്ങളുടെ പ്രതികരണം ശക്തമായിരിക്കും. അവിടെ നോട്ടല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഓടല്ല.